ഇതാണ് താരം എന്ന ഇന്നത്തെ പ്രോഗ്രാമിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു നൃത്ത അധ്യാപകനാണ്. അതായത് നൃത്താധ്യാപകൻ എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലാസിക്കൽ നൃത്തം എന്ന് മാത്രം തിരിച്ചിരിക്കരുത്, ക്ലാസിക്കലും ചെയ്യും. അതോടൊപ്പം അദ്ദേഹം ഒരു സിനിമ നൃത്ത സംവിധായകൻ കൂടിയാണ്. വളരെ യാദൃശ്ചികമായിട്ടാണ് അദ്ദേഹത്തെ ഞാനിപ്പോൾ കാണാനിടയായത്. കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകര സ്വദേശിയാണ് അദ്ദേഹം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പരിചയപ്പെടുത്തും. അതിനുശേഷം നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുജീഷ്. അപ്പം ഞാൻ കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് കളിച്ച് വളർന്നത് കോഴിക്കോട് ഒരു ഡാൻസ് ക്ലാസ് പണ്ട് കാലത്തൊന്നും നമുക്ക് അങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ല. എറണാകുളം അല്ലെങ്കിൽ കാലിക്കറ്റ് ഒരു സെൻറ്ററൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഡാൻസ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് നമ്മൾ ക്ലാസിക് കലാക്ഷേത്രം, എൻ്റെ ഒരു ആശാനായിരുന്നു സുധി കടലുവണ്ടി. ഒരുപാട് കൊറിയോഗ്രാഫിയൊക്കെ ചെയ്ത ആളാണ്. പിന്നെ അത് കഴിഞ്ഞ് ഈ സിനിമയിൽ നിങ്ങൾ കൊറിയോഗ്രാഫി എന്ന് പറയുന്നത് ഇപ്പോൾ ആദ്യകാലത്തൊക്കെ നമുക്കൊരു സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെന്നൈയിൽ നിന്ന് തന്നെ, മദ്രാസിൽ നിന്ന് തന്നെ ആളുകൾ ഇറക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. മാസ്റ്റേഴ്സ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ. ഇപ്പോ എത്ര വർഷമായി നിങ്ങൾ സ്കൂള് നടത്താൻ തുടങ്ങിയത്? ഇപ്പോൾ ഏകദേശം ഒരു 16 വർഷമായിട്ട് ലക്ഷ്യ എന്ന് പറഞ്ഞൊരു ഡാൻസ് കമ്പനി തുടങ്ങിയിട്ടുണ്ട്. കാലിക്കറ്റ് ബേസിൽ തന്നെയാണ്. അത്യാവശ്യം നല്ല പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതേമാതിരി ഒരുപാട് കുട്ടികൾ അവിടെ വന്ന് പഠിക്കുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2 ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഒന്ന് കൊണ്ടോട്ടി, ഒന്ന് കോഴിക്കോട് രാമനാട്ടുകര. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഒപ്പം പഠിച്ച ഒരുപാട് പിള്ളേർ തന്നെ ഇപ്പോൾ വണ്ടൂരായിട്ട് അവിടെ ഉണ്ട്. പിന്നെ വളാഞ്ചേരി ക്ലാസ് സെൻ്റർ ഉണ്ട്, തിരൂരുണ്ട്. ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരിപ്പോൾ ക്ലാസ്സും കാര്യങ്ങളായിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാവർക്കും പ്രയോറിറ്റി കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് കാലം നമ്മളിപ്പം നിന്ന് കഴിഞ്ഞാൽ അവരും വളരണം. ആരെയും നമ്മൾ പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല. ആർക്കും നമ്മളെ കൂടെ നിൽക്കണ എല്ലാ പിള്ളേരും അവർ ഓരോരോ തരത്തിലേക്ക് അത്യാവശ്യം ഇപ്പോൾ റീൽസിലായിട്ടും മറ്റേലൊക്കെ ആയിട്ട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ അവർക്കും കഴിഞ്ഞിട്ടുണ്ട്. പഠിപ്പിക്കാനും നമ്മളെ കൊണ്ട് അവരെ പഠിപ്പിച്ചുണ്ടാക്കിയോണ്ട് ഒരു നൃത്ത അധ്യാപകൻ എന്നുള്ള എനിക്ക് ആ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണ് തീർച്ചയായിട്ടും. പിന്നെ കൂടുതൽ കുറെ പിള്ളേർ, ഞാൻ ചെറുപ്പത്തിലെ സുജീഷിനെ കാണാറുണ്ട്. അതിൽ കുറെ പിള്ളേർക്ക് കല്യാണം കഴിച്ചു പോയി. കുറെ ആള് കുടുംബജീവിതത്തിൽ പോകുന്നു. ഈ രംഗത്ത് തന്നെ പിടിച്ചേക്കുന്ന ഒത്തിരി പേരില്ലേ ഇപ്പോഴും ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിൽ ഏകദേശം ഒരു കുറെ പേര് നമുക്ക് എന്താ വെച്ചാൽ അവര് ഇപ്പൊ ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവര് ഇതായിപ്പോയി. പക്ഷെ എന്നാലും അവരിപ്പോഴും അവരുടേതായിട്ടുള്ള ടാലന്റ് ഇപ്പോഴും ഓരോരോ ഇൻസ്റ്റാഗ്രാമിലായിട്ടും ഒക്കെ അവർ പോസ്റ്റ് ചെയ്യണം ഇതാക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇപ്പോൾ ഒരു ബോയ്സിന്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടായാലും അവര് ഈ ഡാൻസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോണ ആളുകളുണ്ട്. ഇപ്പോ നമുക്ക് സുജീഷിന്റെ ആ ടീമിന്റെ പ്രോഗ്രാമിന്റെ 1-2 സ്റ്റെപ്സ് കണ്ടിട്ട് നമുക്ക് വീണ്ടും വരാം. ഓക്കെ. സിനിമ നേരത്തെ സിനിമകള് നമ്മള് ഒരു 4-5 സിനിമകള് നമ്മള് ചെയ്തിട്ടുണ്ട്. കൊറിയോഗ്രാഫിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ അതില് 1-2 ഇപ്പൊ അടുത്ത് റിലീസായിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ കുറച്ച് നമ്മൾ വിട്ടുനിന്ന് ഈ സിനിമയിൽ നിന്ന് വിട്ടുനിന്ന് നമ്മൾ അധികം സ്റ്റേജ് ഷോസും കാര്യങ്ങളാണ് അധികം പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകൾ. ഇപ്പൊ ഏഷ്യാനെറ്റ് അവാർഡിനായിട്ട്, പിന്നെ ഐഡിയ സ്റ്റാർ സിംഗർ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഡാൻസ് നമ്മൾ അബാസ്ഖാന്റെ കൂടെ, അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ചെയ്തു. പിന്നെ കഴിഞ്ഞ് നമ്മൾ കുറെ പിന്നെ കല്യാണം കാര്യങ്ങളൊക്കെ ആയി പറഞ്ഞപ്പോ പിന്നെ ഇപ്പൊ കോഴിക്കോട് ഒരു ഡാൻസർ വളരണതും എറണാകുളം ബേസ് ചെയ്ത ഒരു ഡാൻസർ വളരണം തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് ഇവിടെ പണ്ടത്തെ കാലത്ത് പറഞ്ഞ ഒരു സപ്പോർട്ട് അന്ന് ഇതേമാതിരി നമുക്ക് പ്ലാറ്റ്ഫോംസ് ഒന്നും ഇല്ല. പിന്നെ
നമുക്കൊന്നല്ല, ഒരുപാട് ഡാൻസേഴ്സിന് പ്ലാറ്റ്ഫോമുകൾ കുറവായിരുന്നു. ഇപ്പൊ അതിനുവേണ്ടി ഒരുപാട് വെഡിങ് പ്രോഗ്രാംസ്, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരു ഡാൻസർക്ക് വളരാൻ വേണ്ടിയിട്ട്. പണ്ടത്തെ കാലത്ത് അങ്ങനത്തെ ഒരു സംഭവം, ഒരു കല്യാണത്തിന് ഒരു ഡാൻസ് കളിക്കാൻ എപ്പോഴെങ്കിലും ഒരു സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നതല്ല, ഇന്ന് ഒരുപാട് പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഡാൻസർക്ക് വളരാൻ വേണ്ടിയിട്ട്. എന്നാലും അതിനനുസരിച്ച് ഒരുപാട് ടീമുകളുണ്ട് കേട്ടോ, ആ ടീമുകളുണ്ട്. അപ്പൊ അത് ഇങ്ങനെ അങ്ങനെ ഒരു ലെവലില് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്കായാലും കുടുംബജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പണ്ടത്തെ കാലത്ത് നമുക്ക് ഈ ഡാൻസ് മാത്രമായിട്ട് നടക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ എറണാകുളം ബേസ് ആയിട്ടുള്ള പ്രോഗ്രാംസ് അധികവും അവിടേക്കുള്ള കോണ്ടാക്ട്സും ഫിലിം ഇൻഡസ്ട്രിക്കുള്ള കോണ്ടാക്ട്സ് ഒക്കെ കുറച്ച് വിട്ടുനിന്ന് ഇവിടെ ക്ലാസ് മാത്രം, കുട്ടികളെ പഠിപ്പിക്കുന്ന സംഭവങ്ങൾ മാത്രമായിട്ട് പോകുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ അത്യാവശ്യം ക്ലാസ് ഒക്കെ അത്യാവശ്യം വളർന്ന് അത്യാവശ്യം കുട്ടികളൊക്കെ ആയി. പിന്നെ എന്റെ ഒപ്പരം നിൽക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട്. കാരണം എന്റെ 10-12 കൊല്ലമായിട്ട് എന്റെ ഒപ്പരം കളിക്കുന്ന ബോയ്സ് ഉണ്ട്. അപ്പൊ അവരെന്നെ ഇപ്പൊ ക്ലാസ്, അവരെന്നെ നല്ല ടീച്ചേഴ്സാണ്. അവരെന്നെ ഒരുപാട് കുട്ടികൾക്ക് ഇപ്പൊ ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ, ലക്ഷ്യയില്. പിന്നെ അത് കഴിഞ്ഞ് അവരും ഇതുകൊണ്ട് ഇന്നും ഇന്ത്യ കുറച്ച് പിള്ളേരുകൾ ഇപ്പൊ ഡാൻസ് മാത്രമായിട്ട് തന്നെ ജീവിക്കുന്നുണ്ട്. അവര് നല്ല രീതിയിൽ തന്നെ ആ കാര്യങ്ങൾ മുന്നോട്ടുണ്ട്. അവരെ ഫാമിലിനെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അതോടൊപ്പം തന്നെ നല്ലൊരു പിള്ളേരെ നമ്മളിപ്പോ ഡാൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏതൊരു പുറത്തുനിന്ന് ഒരു കൊറിയോഗ്രാഫർ സാധനം കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ആ ഒരു സ്റ്റെപ്പ് നമുക്ക് ഒരു കൊറിയോഗ്രാഫർ കാണിച്ചു കൊടുക്കുകയാണ്. അത് പക്ക ക്ലിയർ ആക്കിയിട്ട് ഇന്ന് നമ്മളെ സ്റ്റുഡന്റ് ആയിട്ടുള്ള ഒരു കുട്ടികള് കറക്റ്റ് ആയിട്ട് അത് ചെയ്തു കൊടുക്കുക, അതിനുള്ള ടാലന്റ് നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത് കുട്ടികൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം എത്ര സ്റ്റുഡൻസ് ഉണ്ട് എല്ലാവർക്കും കൂടെ? ഇപ്പൊ ഏകദേശം നമുക്കൊരു നമ്മളത് മാത്രം ഇന്ത്യ ക്ലാസ്സിലുള്ള തന്നെ, പിന്നെ അതോടൊപ്പം നമ്മുടെ സ്റ്റുഡൻസ് പഠിപ്പിക്കുന്ന എല്ലാം കൂടി ആയിട്ട് ഏകദേശം ഒരു 200-250 കുട്ടികളോളം ഏകദേശം ഉണ്ട് മൊത്തം. അപ്പൊ എന്താ വെച്ചാൽ അത് ലക്ഷ്യ എന്നുള്ള പേരിലുണ്ട്. അതേമാതിരി നമ്മളെ ലക്ഷ്യം പഠിച്ചു ഇറങ്ങിയ കുറച്ച് ബോയ്സ് പുറത്തു പോയി ക്ലാസ് എടുക്കണമുണ്ട്. നമ്മൾ എന്താ വെച്ചാല് ഇപ്പോഴും അവരൊക്കെ ആയിട്ട് നല്ല കോണ്ടാക്ട്സ് ആണ്. അപ്പൊ അവര് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതില് നമുക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം വെച്ചാല് ഡാൻസ് ആയിട്ട് അവർ മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഡാൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലയാണല്ലോ. ഇപ്പൊ ഏകദേശം 40 വയസ്സായി. ഇന്ന് നമ്മള് ജീവിതത്തില് ഈ സംഭവം കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയൊരു തന്നെയാണ്. ഒരു ടാസ്ക് ആയിട്ട് തന്നെയായിരുന്നു നേരത്തെ കൊണ്ടുവരുന്നത്. പക്ഷെ ഇപ്പോ സത്യം പറഞ്ഞാല് ഒരുപാട് ഈ സോഷ്യൽ മീഡിയ നന്നായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിയ ശേഷം നിങ്ങൾക്ക് കൂടുതൽ അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ, കാരണം കുറെ ആളുകൾ അതിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഇൻസ്റ്റാഗ്രാമായിട്ടും പിന്നെ അതേമാതിരി യൂട്യൂബായിട്ടും നമ്മളിപ്പോ യൂട്യൂബിൽ നമ്മൾ 1-2 വീഡിയോസ് നമ്മളെ പോസ്റ്റ് ചെയ്തില്ല. അല്ലാതെ നമ്മൾ ഓവറായിട്ട് നമ്മൾ അതില് ഇൻസ്റ്റാഗ്രാം അന്ന് നമ്മൾ ചെയ്തില്ലേ. നമ്മൾ എന്താ വെച്ചാൽ ഞാനെപ്പോഴും സുജീഷ് കുറെ കാലത്തിന് ശേഷം ഇപ്പൊ കണ്ടുമുട്ടുകയാണ്. അപ്പൊ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, സുജീഷിന്റെ അങ്ങനെ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ മറ്റുള്ള പരിപാടികളൊന്നും പുറത്തേക്ക് വരുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇതിനിടയ്ക്ക് ബിസിനസ്സിലേക്കൊന്ന് മാറ്റി ചവിട്ടിയിട്ടുണ്ട് ഇടയ്ക്ക്. അല്ല, ബിസിനസിന്റെ കാര്യത്തിൽ നമ്മളെന്താ വെച്ചാൽ ബിസിനസ് ചെയ്യാതെ നമ്മളിപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് എന്നെ സംബന്ധിച്ച് എന്റെ പുറം പഠിക്കുന്ന കുട്ടികളായാലും, കാരണം അവര് എന്റെ സ്വന്തം അനിയന്മാരെ പോലെ തന്നെയാണ്, അതേമാതിരി അനിയത്തിമാരെ പോലെ തന്നെയാണ്. അപ്പൊ അവരും ഈ ഒരു ഇതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുള്ള ലെവൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ അവർക്ക് തന്നെ നമ്മളിപ്പോ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തൊരു ഇൻകം വരികയാണെന്നുണ്ടെങ്കിലും അത് അവർക്കും കൂടി അവകാശപ്പെട്ട ഒരു സംഭവത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുള്ളൂ. അപ്പൊ അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നമ്മളെ ജീവിതം, നമ്മളെ ഫാമിലി, അപ്പോ എനിക്കിപ്പോ ഭാര്യയുണ്ട്, അതേമാതിരി 2 കുട്ടികളുണ്ട്, ഒരു മോളും ഒരു മോനാണ്. അപ്പൊ അവരെ സ്കൂൾ ജീവിതവും അതേമാതിരി അവർക്കുള്ള ഒരു ഫാമിലിക്ക് ജീവിക്കാനുള്ള സംഭവം അറിയാലോ. ആ ഒരു ലെവലിലേക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇത് മാത്രമായിട്ട് പോകുമ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ട്. പിന്നെ നമുക്ക് പോവാം, നമ്മൾ എന്താ വെച്ചാല് അങ്ങനെ ബാക്കിയുള്ള ഒന്നല്ല. നമുക്ക് ഇപ്പൊ ഇന്ത്യയിൽ എന്ന് വെച്ചാൽ ഒരു ഫീസും കൂടി വാങ്ങാതെ പഠിക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട്. നമ്മളിപ്പോ ഒരു റിയാലിറ്റി ഷോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണത് ഒരു കുട്ടിക്ക് എന്തൊക്കെയാണോ ആ ഒരു സ്റ്റേജിലേക്ക് അവർക്ക് എത്തിക്കാൻ വേണ്ടത്, അതിന് നമ്മൾ പ്രയത്നിക്കാന്നല്ലാണ്ട് ഒരു ഇൻകം പ്രതീക്ഷിച്ച് ഒരിക്കലും നമ്മൾ ചെയ്തിട്ടില്ല. ആ ഒരു ഇതുകൊണ്ടാവും മൈൻഡ് കൊണ്ടാവും നമുക്ക് എന്താ വെച്ചാൽ ഒരു ബിസിനസ് ആയിട്ട് ഒരിക്കലും ഞാൻ ഡാൻസിനെതിരായിട്ട് എടുത്തിട്ടില്ല. നമ്മള് അതൊരു സാധാരണ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ തന്നെ എല്ലാ വിദ്യാഭ്യാസങ്ങളും
ഒരു ബിസിനസ് വൽക്കരിച്ചൊരു കാലഘട്ടമാണ്. കാരണം തീർച്ചയായും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പിന്നെ അങ്ങേയറ്റത്തെ ബിസിനസ്സായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ്. അപ്പൊ അതിലൊരു പിന്നെ ഒരു നല്ല വിദ്യ തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് നൃത്തം. നൃത്തം എന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റുന്ന ഒരുപാട് ഇതുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് ഇന്ന അറിയണം എന്റെ പിള്ളേർക്ക്, അതേമാതിരി എന്റെ സ്റ്റുഡൻസിന് ഇപ്പൊ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത എന്റെ സ്റ്റുഡൻസ് ആയാലും ഒക്കെ നമ്മളെ കൊണ്ടാവുന്നത് ഒരിക്കലും നമ്മളൊരു കൊറിയോഗ്രാഫിക്ക് ഒരു എമൗണ്ട് ആയിട്ടോ നമ്മളൊരു സംഭവത്തിന് നമ്മൾ അവരെ സ്റ്റേജിനെ ചെയ്യും. നമ്മളിപ്പോ ഒരു സ്റ്റേജ് ഷോസ് തന്നെ ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ ഇപ്പോൾ ഹൈലൈറ്റ് മാളിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഈ ഹൈലൈറ്റ് മാളിന്റെ മുമ്പിൽ നമ്മളിപ്പോ അടുത്ത് തന്നെ നമ്മൾ 2 പാറ്റേൺ വീക്ക് ചെയ്തു, അതേമാതിരി നമ്മളെ സ്റ്റെപ്പ് പറഞ്ഞ പ്രോഗ്രാം ചെയ്തു. അപ്പൊ നമ്മളൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് എത്രത്തോളം ഒരാൾക്കൊരു ബാധ്യത, നമ്മളെ മക്കൾക്ക് ഒരു ബാധ്യത ഇല്ലാത്ത ആ രീതിയിലാണ് നമ്മൾ ഓരോ പ്രോഗ്രാമും ചെയ്തതും. നമുക്ക് ഹൈലൈറ്റ് മാളിൽ ചെയ്യുന്ന പ്രോഗ്രാം ഒരു 2 സ്റ്റെപ്പ് ഒന്ന് കണ്ടുനോക്കാം. അതൊക്കെ എന്നിട്ട് നമുക്ക് മധുരക്കിനാവിന്റെ കഥക തുറക്കുന്ന മതിഭ്രമദായിനി പരിമളകാറ്റ് ഇപ്പോ നമ്മള് ഹൈലൈറ്റ് മാളിലെ പ്രോഗ്രാം കണ്ടു. സത്യം പറഞ്ഞാൽ എന്താ പറയാ, വളരെ ഗംഭീരമായ പ്രോഗ്രാം. ഈ വിവാഹ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ ചോദിക്കാൻ മറന്നുപോയി. എത്ര വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്? വിവാഹം കഴിഞ്ഞിട്ട് ഇന്ന് 15 വർഷം. എനിക്ക് തോന്നുന്നത് വൈഫ് ഒരു കലാകാരി ആയിരിക്കും. തീർച്ചയായും വൈഫ് ഡാൻസറാണ്, ഒരു ക്ലാസിക്കൽ ടീച്ചറാണ്. അതോടൊപ്പം തന്നെ അവള് പണ്ട് കുറച്ച് 1-2 സിനിമകളിലും ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവളും ഈ ഇന്ന പോലെ വേഷം ബാക്കിലേക്ക് വന്നു പറഞ്ഞു കഴിഞ്ഞാല് ഫാമിലി നമുക്ക് അറിയാലോ, മാറിപ്പോകും. ഇപ്പൊ വെറുതെ തമാശക്ക് പറഞ്ഞിരിക്കാറുണ്ടോ പഴയ കാലം? തീർച്ചയായിട്ടും. പക്ഷെ എന്താ വെച്ചാൽ അത് ഭയങ്കര നമ്മളെ ജീവിതത്തില് കിട്ടിയ നല്ല നല്ല മുഹൂർത്തങ്ങൾ നമുക്കുണ്ട്. ഒരുപാട് ഷോസ് നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കാരണം ഒരുപാട് ഇപ്പോ സ്റ്റേജ് കോമ്പറ്റീഷൻ ലെവലില് ഇങ്ങനെയൊക്കെ നമ്മൾ പോയിട്ട് ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ കോഴിക്കോടൊക്കെ ഒരു കോമ്പറ്റീഷൻ നടത്തുകയാണെങ്കിൽ നമ്മളെ ലക്ഷ്യ ടീം വരുന്നത് ഭയങ്കര സംഭവമായിരുന്നു. അതേമാതിരി അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇന്ന് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഇപ്പൊ പുറത്ത് പോയിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഒരു നല്ല നിലയിലൊരു സിനിമയിൽ കൊറിയോഗ്രാഫി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും സിനിമയില് കൊറിയോഗ്രാഫി ചെയ്യണം എന്ന ആഗ്രഹം എല്ലാവർക്കും ഉള്ളതാണല്ലോ. പക്ഷെ അതോടൊപ്പം നമ്മളിപ്പോ എന്താ വെച്ചാൽ നമ്മളെ ഒരു സിനിമയില് ഒരു സിനിമയിൽ നമ്മൾ പാടി അഭിനയിച്ചിട്ടുണ്ട്. കൂട്ടുകാരൻ എന്നുള്ള മൂവിയില്. കൂട്ടുകാരൻ അതില് ശങ്കർ നമ്മളെ പഴയകാല നടനുണ്ടായിരുന്നു. ശങ്കർ സാറെ കൂടെ ശങ്കർ സാറെ നിൽക്കുന്ന അതില് ഡാൻസ് ചെയ്തിട്ട് അഭിനയിച്ചൊക്കെ നമ്മൾ തന്നെ. അതേമാതിരി അബ്ബാസിയാണ് അതിന്റെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, ഇത് കാണുന്ന പല സിനിമക്കാരും ഉണ്ടാവും, സിനിമയുടെ കൺട്രോളേഴ്സ് ഒക്കെ ഉണ്ടാവും, ഡയറക്ടർമാരുണ്ടാവും. സുജീഷ് നല്ലൊരു നൃത്ത അധ്യാപകനാണ്, നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പോ ഒരു ഡാൻസ് മാസ്റ്റർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ കൂടെ ഇപ്പൊ ഒരു 10-250 ടീം, ഗേൾസും ബോയ്സും എല്ലാം ഉണ്ടല്ലോ അല്ലേ? പെർഫെക്റ്റ് ആയിട്ട് ഒരു ഡാൻസിന് എങ്ങനെ വേണം, അത് വളരെ ഭംഗിയായിട്ട് സിനിമയിലാണെങ്കിലും ഇനി മറ്റുള്ള ഫംഗ്ഷനുകളാണെങ്കിലും ഈവൻ നല്ല മാരേജ് ഫംഗ്ഷന് വരെ വളരെ മനോഹരമായ ഒരു എന്താ പറയാ നൃത്തച്ചുവടുകൾ വെച്ച് വളരെ ആനന്ദിപ്പിക്കുന്ന, ഞാൻ വളരെ വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളെന്നെ കൂടെ പറയാണ്, ആനന്ദിപ്പിക്കുന്ന രംഗങ്ങൾ നിങ്ങൾക്ക് സുജീഷിൽ നിന്നും കാണാൻ പറ്റും. അബൂക്കനെ എനിക്ക് കാലങ്ങളായിട്ടുള്ള പരിചയമാണ്. കുറെ കാലം പിന്നെ അതിന്റെ
ഷാബൂഖാനായിട്ടുള്ള ബന്ധങ്ങളും മറ്റുണ്ട്. ഇപ്പൊ ഇപ്പൊ ഇന്നലെയാണ് അബൂഖാനെ ഇന്ന് രാവിലെ വിളിച്ച് പെട്ടെന്ന് വിളിച്ചൊന്ന് വരണം, ഇങ്ങനെ ഒരു സംഭവം ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോ ഞാനും പ്രിപ്പയർഡ് അല്ല ഒന്നിനും. നമ്മള് പരിചയപ്പെടുത്തേണ്ട ഒരുപാട് കലാകാരന്മാരുണ്ട്. അവരെ നമ്മള് ഒരു ഏരിയയിലോ അല്ലെങ്കിൽ ഒരു ഇന്ന സ്ഥലങ്ങളിൽ വെച്ച് മാത്രം കണ്ടുമുട്ടുന്നില്ലല്ലോ. നമ്മൾ ബന്ധമുള്ളവരും അല്ലാത്തതും വീട്ടിലെ ഒത്തിരി കലാകാരന്മാരെ വീണ്ടും അവര് കലയിൽ നിന്ന് മാറിയിട്ടുണ്ടോന്ന് അന്വേഷിച്ച് അവരെ വീണ്ടും അന്വേഷിച്ച് പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇതാണ് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, കലയെന്ന് നമ്മൾ ഒരിക്കലും മാറില്ല. നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഓരോരുത്തർക്ക് ദൈവം കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ് എന്നുള്ളത് തന്നെയാണ് എന്നും വിശ്വസിക്കുന്നത്. അത് നല്ല രീതിയിൽ തന്നെ നമ്മളിപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട്. നമ്മൾ നല്ലൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ? അത് നമ്മളെന്താ വെച്ചാൽ ഒരു ഷോറൂം ഉണ്ട്. അപ്പൊ അത് നമുക്ക് മലപ്പുറം ഡിസ്ട്രിക്റ്റിലുണ്ട്, അതായത് കോഴിക്കോടുണ്ട്. അപ്പൊ അതൊരു ബിസിനസ് ആയിട്ട് പോകുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇത് ക്ലാസ്സും കാര്യങ്ങളും ഈവനിങ്ങിൽ ക്ലാസ്സുകളുണ്ട്. അതേമാതിരി സാറ്റർഡേ സൺഡേ ബാച്ചുകളുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ മാക്സിമം എത്താൻ പറ്റുന്നിടത്തോളം ഞാൻ എത്തുന്നുണ്ട്. പിന്നെ അതോടൊപ്പം നമ്മളെ സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ നമ്മളും ചെയ്യും. ഓക്കെ. ഇതാണ് സുജീഷ്. ഒട്ടനവധി സ്റ്റേജുകളിൽ വർഷങ്ങളോളായിട്ട് കണ്ട ഒരു നൃത്ത അധ്യാപകനാണ്. അതോടൊപ്പം ഒരുപാട് സ്റ്റേജിൽ നൃത്തം ചെയ്ത് നമ്മളെ ഒരുപാട് സുഖിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു. ചില സാങ്കേതികമായ തടസ്സങ്ങളാൽ അദ്ദേഹം ഇപ്പോൾ ഇതിന് മാറി നിന്നാണ്. വീണ്ടും അദ്ദേഹത്തെ നമുക്ക് ഈ രംഗത്ത് കൊണ്ടുവരണം. ഈ ഇതാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, നമ്മള് ഇങ്ങനെ കല എന്ന് പറഞ്ഞ് നമ്മളെ കാലം ഏതാണ്ട് തയ്യാറായി. അപ്പൊ നമ്മൾക്ക് പരിചയപ്പെടുത്താൻ പറ്റാവുന്ന ആളുകളെ പരമാവധി രംഗത്ത് കൊണ്ടുവരും. അപ്പൊ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഡാൻസ് രംഗത്ത് എത്രയോ വലിയ മികച്ചു നിന്ന ആളായിരുന്നു. ഒരു കാലത്ത് തിളങ്ങി നിന്ന ആളായിരുന്നു. സ്റ്റേജിലേക്ക് ഇറക്കി ഒത്തിരി തടിയൊക്കെ ചെയ്തൊക്കെ കൂടി അത് ബിസിനസ്സിലേക്ക് പോയപ്പോൾ കാർ തന്നെയാണല്ലോ, അതിന്റെ ഒരു പ്രശ്നമാണുള്ളത്. എന്തായാലും പിന്നെ സുജീഷ് വീണ്ടും സജീവമായിട്ട് വരും. പ്രേക്ഷകരായിട്ട് നമ്മളൊക്കെ അവസരങ്ങൾ കൊടുത്താൽ തീർച്ചയായിട്ടും
പിന്നെ ഒരുപാട് ഈ രംഗത്തേക്ക് ഇനിയും വരാനുള്ള സാധ്യതയുണ്ട് സുജീഷിനെ പോലുള്ള ആളുകൾ. സുജീഷിന്റെ കൂടെ കുറെ കുട്ടികളുണ്ട്. ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യുന്ന ഡാൻസർ കൂടുതലുള്ള അങ്ങനെ ഒരാൾ മാത്രം പറയുന്ന ഒരു പ്രയാസം അല്ലല്ല, ഒരുപാട് പേരുണ്ട്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജിതിനുണ്ട്, അതേമാതിരി ജ്യോതിഷുണ്ട്, ആസിഫുണ്ട്, സുരേഷ്, പ്രവീൺ, പിന്നെ ജ്യോതിഷ് കണ്ടൂരുള്ള, പിന്നെ അതേമാതിരി ദിനേഷ്, ഒരുപാട് ഇപ്പൊ നമ്മുടെ സുകുമാഷ് അതോടൊപ്പം പോകുന്നുണ്ട്, നമ്മളൊരു പാർട്ണറായിട്ടുണ്ട്. പിന്നെ അതേമാതിരി മുമ്പ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറെ ആളുകൾ ഇപ്പം വിവാഹം കഴിഞ്ഞ് പോയ കുറെ ആൾക്കാർ. പിന്നെ അതേമാതിരി ഗീതു, ഷബാന, നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അന്ന് മലപ്പുറത്ത് ഈ ഒരു ഭാഗത്തേക്ക് അങ്ങനെ ലീഡ് ചെയ്ത് കളിക്കുന്ന ഒരു കുട്ടി ഇല്ലായിരുന്നു എവിടെയായാലും. ഇപ്പൊ നമ്മളടുത്ത് തന്നെ നമ്മളെ പഠിപ്പിച്ച് ഉണ്ടാക്കി അത്യാവശ്യം ലെവലിലേക്ക് എത്തിയൊരു മോളായിരുന്നു. അപ്പൊ അവര് തന്നെ ഇപ്പൊ അത് കഴിഞ്ഞ ശേഷം ഒരുപാട് ടീമുകൾ അവരെ വിളിച്ച് ചെയ്യിച്ചിട്ടുണ്ട്. എന്നാലും നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്ക് സന്തോഷമാണ്. നമ്മൾ പഠിപ്പിച്ചുണ്ടാക്കി നമ്മളൊപ്പം നിന്ന് ഒരു കുട്ടി, നമ്മളൊപ്പം പഠിച്ചതല്ല, നമ്മൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിലുണ്ടായിരുന്നതാണ്. പിന്നെ നമ്മളൊപ്പം നിന്ന് നമ്മൾ ഒരുമിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി. ഏതായാലും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നല്ലൊരു ടീമായിട്ട് തന്നെ വളരെ ഹാപ്പി ലൈഫാണ്. പക്ഷെ അതിൽ ആകെ ഒരു ഫീലിങ്സ് ആയിട്ട് പുള്ളിക്ക് ഉള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ബിസിനസ്സിലേക്ക് മാത്രം തിരിയേണ്ടി വന്നു. കലാരംഗത്ത് തൽക്കാലം കുറച്ച് വിട്ടുവന്നു. അങ്ങനെ പൂർണ്ണമായിട്ടുള്ള ഈ കൊറോണ ഒക്കെ വന്നതിന് ശേഷം തോന്നുന്നില്ല തീർച്ചയായും ബിസിനസ്സിലേക്ക് മാത്രമായിട്ട് മാറിയത് കൊറോണന്റെ ശേഷമാണ്. അത് നമുക്ക് അറിയാലോ, നമ്മുടെ സിറ്റുവേഷൻ, നമ്മൾക്കൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം. പ്രിയമുള്ള പ്രേക്ഷകരെ, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഏത് പ്രോഗ്രാമിലും എവിടെ വെച്ചും എങ്ങനെ വേണമെങ്കിലും അവതരിപ്പിക്കാൻ പറ്റുന്ന നമ്മുടെ വളരെ നിഷ്കളങ്കരായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളാണ് ഇവരൊക്കെ. നൃത്തരംഗത്ത് അവരുടെ നൃത്തങ്ങൾ നമുക്ക് കുറച്ചുകൂടെ കാണാം. അപ്പൊ നൃത്തരംഗത്ത് തീർച്ചയായിട്ടും നമുക്ക് ഒരു എന്താ പറയാ, ഒരു വാഗ്ദാനം തന്നെയാണ് സുജീഷ് മാത്രമല്ല, സുജീഷിന്റെ കൂടെ ഒത്തിരി ടീമുണ്ട്. അവരൊക്കെ നമുക്ക് ഓരോരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെടാം. നിങ്ങളെ വീഡിയോയിൽ ഓരോരുത്തരായിട്ട് നമുക്കൊന്ന് കാണിച്ചു തരണം. അപ്പോ ഏതായാലും ഈ പരിപാടി പങ്കെടുത്താലും നമ്മുടെ ഇതാണ് താരത്തോട് സഹകരിച്ചത് ഞാൻ പ്രത്യേകം താങ്ക്സ് പറയാണ്. ഞാൻ അങ്ങോട്ട് താങ്ക്സ് പറയണം. അബൂക്കന്റെ ഇതാണ് താരം എന്നുള്ള ഈ പ്രോഗ്രാം ഇനിയും നല്ല ലെവലിലേക്ക് മുന്നോട്ട് പോകട്ടെ. ഒരുപാട് ആളുകൾക്ക് നല്ലൊരു ഇതിൽ നിന്ന് നല്ലൊരു വേദി ലഭിക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ട് താങ്ക് യു.